നാട്ടിലെ മുഖ്യൻ്റെ വണ്ടി കേട്ടോ, കിയ കാർണിവൽ. എ സിയുടെ വർക്കാണ്, ഇവാപ്പറേറ്റർ ലീക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിക്കണം. കൂടുതൽ കുറച്ച് മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാഷ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബോൾട്ട് കഴിക്കാൻ, ആ പൈപ്പും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഇൻലെറ്റും കാര്യങ്ങളും മൊത്തത്തിൽ നമ്മൾ അഴിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും നമുക്ക് മൊത്തത്തിൽ അഴിച്ച് പറിച്ചിക്കണം. അതിന് പിന്നെ ഗ്യാസ് റിക്കവർ ചെയ്തെടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗ്യാസ് ഉള്ളത് എടുക്കണം, ചിലതിൽ ഉണ്ടാവില്ല, ലീക്കായി പോയില്ല. ഇതിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാഷൊക്കെ മൊത്തത്തിൽ അഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ, അതിൻ്റെ ഇവാപ്പറേറ്റർ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചില വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡാഷും കാര്യങ്ങളും നമുക്ക് അഴിക്കാൻ സുഖമാണ് കേട്ടോ. നമുക്കിങ്ങനെ അഴിച്ചെടുത്ത് കണ്ട് ഒന്നാകണം മറിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കൂടുതൽ ഭാഗത്തേക്ക് കൂടുതൽ സംഗതികൾ അഴിച്ച് പറിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഒറ്റയടിക്കുന്ന കവുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ബോക്സ് മറ്റേത് യൂണിറ്റിൻ്റെ അഴിച്ചെടുത്ത് കണ്ട് പിന്നെ അതിനകത്തുനിന്ന് ഇവാപ്പറേറ്ററും എ സി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഹീറ്റർ കോയിലൊക്കെ അഴിച്ചെടുത്ത് കണ്ട് സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ആ ഒരു ഡാഷിൻ്റെ പീസാക്കി ഇങ്ങനെ മൊത്തം പറിച്ചെടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവാപ്പറേറ്റർ ഉണ്ടോ, മൊത്തം മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതിൽ കൂടിയാണ് ലീക്ക് വരുന്നത്.